ഹ്യൂമൻ റൈറ്റിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് ഇനി നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ 3 ഭാഗമാണ് പറയാനുള്ളത്. ഒന്ന് UDHRനെ കുറിച്ചും, മറ്റൊന്ന് അതുമായി ബന്ധപ്പെട്ട കവനൻറ്റിനെ കുറിച്ചും, മറ്റൊന്ന് യുണൈറ്റഡ് നേഷൻ്റെ ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ചുമാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയാനുള്ളത്. നമുക്ക് ആദ്യമായിട്ട് UDHRനെ കുറിച്ച് പറയാം. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, UDHR, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം. 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അംഗീകരിച്ച് പാസ്സാക്കിയതാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം, UDHR. മനുഷ്യജീവികൾക്ക് സ്വാഭാവികമായുള്ള അവകാശങ്ങളെപ്പറ്റിയുള്ള ആദ്യ ആഗോള പ്രഖ്യാപനമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ലോകം ഇങ്ങനൊരു പ്രഖ്യാപനത്തിലേക്ക് ചെന്നെത്തിയത്. ഒരു ആമുഖവും 30 ആർട്ടിക്കിളും അടങ്ങുന്നതാണ് ഈ പ്രഖ്യാപനത്തിലുള്ളത്. നമുക്ക് എന്തെല്ലാം സിഗ്നിഫിക്കൻസാണ് UDHRനെ കൊണ്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് മനുഷ്യാവകാശത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അന്താരാഷ്ട്ര സംഘടന നടത്തിയ ആദ്യത്തെ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു UDHR എന്നതാണ് ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ്. മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് രാജ്യങ്ങളുടെ നിയമവ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിച്ച ഒരു പ്രഖ്യാപനമായിട്ട് UDHR മാറി എന്നതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ്. രാജ്യങ്ങളുടെ നിയമവ്യവസ്ഥയുടെ പുരോഗതിയെ വലിയ രീതിയിലാണത് സ്വാധീനിച്ചത് എന്നാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് പുതുതായി രൂപീകരിച്ച രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പുതിയ ദേശരാഷ്ട്രങ്ങളായിട്ട് കോളനി വാഴ്ചയിൽ നിന്നൊക്കെ മോചിപ്പിച്ച് പുതിയ രാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. ആ രാഷ്ട്രങ്ങളുടെയൊക്കെ ഭരണഘടനയിൽ ഈ UDHR വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. മറ്റൊന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടന അറിയാം. അതിൽ മൗലികാവകാശം എന്ന് പറയുന്ന പ്രത്യേക ഭാഗം തന്നെ പാർട്ട് 3 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് UDHRൻ്റെ സ്വാധീനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ലോകത്ത് എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രഖ്യാപനമായിരുന്നത്. ഇത് ആഗോള രാഷ്ട്രീയത്തിലെയും ആഗോള രാജ്യങ്ങളുടെയും ഒക്കെ മൊത്തത്തിലുള്ള വികാസത്തിൽ വലിയ പങ്കാണ് വഹിച്ചത് എന്നതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇനി ഇതിന് പ്രധാനപ്പെട്ട 2 കവനൻറ്റുകൾ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ നോക്കുന്നത്. UDHR ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നു. നമുക്കറിയാം, അതൊരു പ്രഖ്യാപനമാണ്. UDHR എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ഒരു സാർവത്രിക പ്രഖ്യാപനമായിരുന്നു. പക്ഷേ ഇത് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു ബൈൻഡിങ് കരാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനാൽ UN 2 കരാർ ഉണ്ടാക്കുകയുണ്ടായി. മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി UDHRൻ്റെ ചുവട് വെച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് 2 കരാറുകൾ ഉണ്ടാക്കി. അതാണ് ICCPRഉം മറ്റൊന്ന് ICESCRഉം. ICCPRഉം ICESCR എന്നിവ UDHRൽ പറഞ്ഞ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ തമ്മിലുണ്ടാക്കിയ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു കരാറാണ് ഈ 2 കവനൻറ്റുകൾ എന്ന് പറയുന്നത്. ഈ 2 കവനൻറ്റുകൾ ICCPR, ICESCR എന്നിവയുടെ ഒരു കരട് രൂപം 1954 UN ജനറൽ അസംബ്ലിയിൽ അത് അവതരിപ്പിച്ചത്. അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചത് 1966 അത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അംഗീകരിച്ചത്. 1976 അത് നിലവിൽ വരികയൊക്കെ ചെയ്യുന്നത്. ഇതാണ് കവനൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി 2 കവനൻറ്റിനെ കുറിച്ചും കുറച്ചുകൂടി വിശദമായി നോക്കാം. ഒന്ന് ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്, ICCPR ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്. 1966 ഐക്യരാഷ്ട്രസഭ അതിൻ്റെ ജനറൽ അസംബ്ലി അംഗീകരിച്ചത്. ഈ കരാർ 1976 മാർച്ച് 23 നിലവിൽ വന്നത്. ICCPR പൗരാവകാശങ്ങളും രാഷ്ട്രീയാവകാശങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് ആണ് ഇതിൽപ്പെടുന്നത്. പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അത് പൗരന്മാരുടെ അവകാശങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നർത്ഥം. ICCPRൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ താഴെ പറയുന്നതാണ്. ഒന്ന് ജീവിക്കാനുള്ള അവകാശം, മറ്റൊന്ന് സ്വയം നിർണയാവകാശം, ജീവനും സുരക്ഷയ്ക്കുമുള്ള അവകാശം, മറ്റൊന്ന് അന്യായമായ മനുഷ്യത്വരഹിതവുമായ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം, മറ്റൊന്ന് അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മറ്റൊന്ന് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം, മറ്റൊന്ന് മതസ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളനമാക്കാനുള്ള അവകാശം,
ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, നിയമത്തിന് മുന്നിലെ തുല്യതയും തുല്യ സംരക്ഷണവും, വിവാഹം കഴിക്കുന്നതിനും കുടുംബം സ്ഥാപിക്കുന്നതിനുമുള്ള അവകാശം, അന്യായമായ തടങ്കിൽ നിന്നുള്ള സംരക്ഷണം, കുട്ടികളുടെ അവകാശങ്ങൾ, വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ. ഇതാണ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്, പൗര രാഷ്ട്രീയ അവകാശങ്ങൾ. ഇത് ഓരോ വ്യക്തികൾക്കും വളരെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഉള്ള ഒരു ബൈൻഡിങ് കരാറാണ് ഇത് ICCPR, ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ICESCR ആണ്, ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ് എന്ന് പറയും. 1966 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അംഗീകരിച്ച ഈ കരാർ 1976 ജനുവരി 3 നിലവിൽ വന്നത്. ICESCRൽ പോസിറ്റീവ് റൈറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറയുന്നത് സാംസ്കാരിക അവകാശങ്ങൾ, അതാണ് പോസിറ്റീവായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത്. അവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരികമായ അവകാശങ്ങൾ. ഇറ്റ് ഈസ് എ കവനൻ്റ് ഓൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ, സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരികമായ അവകാശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവ് റൈറ്റാണ് ഇട്ടാണ് പറയുന്നത്. ICSCRലെ പ്രധാന അവകാശങ്ങളാണ് താഴെ പറയുന്നത്. ഒന്ന്, ജോലി ചെയ്യാനുള്ള അവകാശം. മറ്റൊന്ന്, തൊഴിൽ സാഹചര്യത്തിനുള്ള അവകാശം. മറ്റൊന്ന്, തൊഴിൽ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം. സാമൂഹ്യ സുരക്ഷയ്ക്കുള്ള അവകാശം. ഏറ്റവും കുറഞ്ഞ ജീവിത നിലവാരത്തിനുള്ള അവകാശം. ആരോഗ്യത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമാകാനുള്ള അവകാശം. ശാസ്ത്ര പുരോഗതിയുടെ ആനുകൂല്യങ്ങൾ ആസ്വദിക്കാനുള്ള അവകാശം. കുടുംബ സംരക്ഷണം, പ്രത്യേകിച്ച് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും സംരക്ഷണത്തിനുള്ള സഹായം. ഇതൊക്കെയാണ് ICESCRൽ പറയുന്നത്. ഇത് എന്താണ്? ഇത് സാമ്പത്തിക, അതേപോലെ സാമൂഹ്യ, അതേപോലെ സാംസ്കാരികമായ അവകാശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിന് ഓപ്ഷണൽ പ്രോട്ടോക്കോൾ കൂടിയുണ്ട്. ICCPRും ICSCRും എന്നിവ ഒരുപാട് രാജ്യങ്ങളടങ്ങുന്ന ഒരു മൾട്ടിലേറ്ററൽ ട്രീറ്റിയാണ്. ICCPRും ICSCRും ഇവ രണ്ടും കരാറാണ്. ഒരുപാട് രാജ്യങ്ങൾ ഒപ്പുവെച്ച രണ്ട് കരാറുകളാണ്. അത് രണ്ട് കവനൻറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് കരാറുകളാണ് ICCPRും ICESCRും. അതേസമയത്ത് ഈ രണ്ട് കരാറിനും ഈ രണ്ട് കവനൻറ്റിനും സപ്ലിമെൻ്ററി ആയിട്ട് കരാറുകളുണ്ട്. അതിനെയാണ് ഓപ്ഷണൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. സപ്ലിമെൻ്ററി ആയിട്ട് എന്തുണ്ട്? ചില കരാറുകളുണ്ട്. അതിനെയാണ് ഓപ്ഷണൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. UDHR എന്ന് പറയുന്നത് എന്തായിരുന്നു? അതൊരു പ്രഖ്യാപനമായിരുന്നു. അതിനുശേഷം ആ പ്രഖ്യാപനം ഒരു ബൈൻഡിങ് ട്രീറ്റി ആക്കുന്നതിന് വേണ്ടി രണ്ട് കരാറുകൾ കൊണ്ടുവന്നു. അതാണ് കവനൻ്റ് എന്ന് പറയുന്നത്. ആ രണ്ട് കവനൻറ്റുകളാണ് ICCPRും ICESCRും. ഈ ICCPRനും ICESCRനും ഇവ രണ്ടിനും ഓപ്ഷണൽ പ്രോട്ടോക്കോളുകൾ ഉണ്ടായി. ഈ ഓപ്ഷണൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി കരാറുകളാണ്. അപ്പോൾ ICCPRനുണ്ടായ ഓപ്ഷണൽ പ്രോട്ടോക്കോൾ രണ്ടെണ്ണമാണ്. അതിൻ്റെ ഒന്നാമത്തെ ഓപ്ഷണൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ആഗോളതലത്തിൽ ഉണ്ടാക്കി എന്നതാണ്. ആഗോള മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാക്കി. അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. ആഗോള മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഘടനയൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ICCPRൻ്റെ ഒരു ഓപ്ഷണൽ പ്രോട്ടോക്കോളാണ്. അന്താരാഷ്ട്ര രംഗത്ത് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാക്കിയെന്നത്. കരാറിൽ അംഗങ്ങളായ ICCPRൽ അംഗങ്ങളായ രാജ്യങ്ങളിലെ അവിടെയുള്ള പൗരന്മാർക്ക് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെ ലംഘിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന്, അവിടെയുള്ള പൗരന്മാർക്ക് പരാതി നൽകുന്നതിന് അന്താരാഷ്ട്ര രംഗത്ത് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാക്കി എന്നതാണ് ICCPRൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷണൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. 1976 ഈ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത്. ഒന്നാമത്തെ പ്രോട്ടോക്കോൾ 1976 നിലവിൽ വന്നത്. ICCPRന് മറ്റൊരു പ്രോട്ടോക്കോൾ കൂടിയുണ്ട്. ആ പ്രോട്ടോക്കോൾ എന്താണെന്ന് വെച്ചാൽ വധശിക്ഷ എന്ന് പറയുന്ന ശിക്ഷ അത് നിരോധിച്ചു എന്നതാണ്. അത് നിയമപരമായി നിരോധിക്കുന്നു എന്നതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ആധുനിക ലോകത്ത് ശിക്ഷയിൽ ഈ വധശിക്ഷ എന്ന് പറയുന്നത് അത് ആധുനിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനൊരു ഓപ്ഷണൽ പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയത്. ഒരു ശിക്ഷയ്ക്ക് അത് ഭരണകൂടം, രാജ്യം ഒരാളെ വധശിക്ഷ നൽകുന്നത് ശരിയല്ല എന്നുള്ള ഒരു ആധുനിക ബോധ്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിൽ ചില രാജ്യങ്ങൾക്കൊക്കെ ഇളവ് നൽകിയിട്ടുണ്ട്. ഈ ഓപ്ഷണൽ പ്രോട്ടോക്കോളിന് എല്ലാ രാജ്യവും അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ചില രാജ്യങ്ങൾക്ക് അതിൽ ഇളവ് നൽകിയിട്ടുണ്ട് പല കാരണങ്ങളാൽ. പക്ഷേ ഇതും ഒരു ഓപ്ഷണൽ പ്രോട്ടോക്കോളാണ്. അപ്പോൾ ICCPRൻ്റെ രണ്ട് ഓപ്ഷണൽ പ്രോട്ടോക്കോളാണുള്ളത്. ഒന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാക്കിയതും ഒന്ന് ഈ വധശിക്ഷ നിരോധിച്ചതുമാണ് ഓപ്ഷണൽ പ്രോട്ടോക്കോളായിട്ടുള്ളത്. അതേപോലെ
ICESCRന് ഒരു ഓപ്ഷണൽ പ്രോട്ടോക്കോൾ ഉണ്ട്. അത് 2008 നിലവിൽ വന്നതാണ്. ഇത് ICCPRൻ്റെ ഓപ്ഷണൽ പ്രോട്ടോക്കോളിന് സമാനമായ ഒരു പരാതി സംവിധാനം സ്ഥാപിക്കുന്നതാണ്. സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക അവകാശങ്ങൾക്ക് മേലുള്ള കമ്മിറ്റിക്ക് അവരുടെ സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക അവകാശങ്ങളുടെ ലംഘനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ സമർപ്പിക്കാൻ വ്യക്തികളെ അനുവദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കുന്നു എന്നതാണ്. ഈ രാജ്യങ്ങളിലെ ഇതിൽ ഒപ്പുവെച്ച ICESCRൽ ഒപ്പുവെച്ച രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് ഒരു സംവിധാനം, ആ ഒരു കമ്മിറ്റി, ഒരു സംവിധാനമായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. അതാണ് ഒരു ഓപ്ഷണൽ പ്രോട്ടോക്കോൾ, ICESCRൻ്റെ ഒരു പ്രോട്ടോക്കോൾ. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും ഈ ഓപ്ഷണൽ പ്രോട്ടോക്കോളുകളും വ്യക്തികൾക്ക് അവരുടെ അവകാശങ്ങൾ അതത് രാജ്യങ്ങളിൽ ലംഘിക്കപ്പെടുമ്പോൾ തന്നെ അതിന് അന്തർദേശീയ തലത്തിൽ പരിഹാരം തേടുന്നതിനുള്ള സംവിധാനങ്ങൾ നൽകുന്നതാണ് ഈ ഓപ്ഷണൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണവും നിർവഹണവും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഓപ്ഷണൽ പ്രോട്ടോക്കോളൊക്കെ ഉണ്ടാക്കിയത്. ഇനി ഇതിൽ ഇൻ്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ് എന്ന് പറയും, അതും ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും. ഇൻ്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് UDHRഉം ഈ രണ്ട് അന്താരാഷ്ട്ര കരാറുകളും ഈ കവനൻറ്റുകളും ചേർന്നതാണ്. അതിൻ്റെ അനൗപചാരിക പേരാണ് ഇൻ്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ UDHRഉം അതേപോലെ രണ്ട് കവനൻറ്റുകളായ ICCPRഉം അതേപോലെ ICSCRഉം, ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റും ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ റൈറ്റും, ഇവ മൂന്നും ചേർന്നുകൊണ്ട് അതിനൊന്നിച്ച് വിളിക്കുന്ന പേരാണ് ഇൻ്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മളിപ്പം പറയുന്നത്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.